ഗായ്സ് അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയാൻ നേരത്ത് ഞാനും എൻ്റെ പിള്ളേരും കൂടെ ഒരു കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആ ഒരു ലൊക്കേഷനിലോട്ട് നമ്മൾ കോളേജ് ബസ്സിൽ നിന്നാണ് കേട്ടോ ഗൈസ് പോകുന്നത്. 9 മണിക്ക് ഞങ്ങൾക്ക് ഡെസ്റ്റിനേഷനിൽ എത്തണം. 8:30ക്ക് പുറപ്പെടാൻ വേണ്ടി ഇരുന്നിരുന്ന ഞങ്ങളാണ് 8:50 ഇതേ ഇറങ്ങാൻ പറ്റിയിട്ടില്ല. ഏത് പരിപാടി വെച്ചാലും താമസിച്ച് വന്ന പോലെ ഈ പരിപാടിക്കും താമസിച്ച് വരാൻ ആൾക്കാരുണ്ടായിരുന്നു. തൊട്ടപ്പുറത്തെ ജംഗ്ഷനിലായിരിക്കും വീട്, പക്ഷേ കോളേജ് വരുമ്പോൾ ഏറ്റവും അവസാനം വരത്തുള്ളൂ. അപ്പോൾ നേരത്തെ വന്നവന്മാരും താമസിച്ച് വന്നവന്മാരെല്ലാം വിളിച്ച് കയറ്റിയിട്ട് നമ്മുടെ ബസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഹോളിഡേ ഇൻ എന്ന് പറഞ്ഞ 5 സ്റ്റാർ ഹോട്ടലിൽ വെച്ചാണ് നമ്മുടെ കോൺഫറൻസ് നടക്കുന്നത്. ഇതിപ്പോൾ ഡേ 2 ഓഫ് കോൺഫറൻസ് ആണ്. ഡേ 1 കുറേ സെമിനാറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളതെല്ലാം വന്ന് അറ്റൻഡ് ചെയ്തതാണ്. ഡേ 1 വന്നപ്പോൾ തന്നെ അവർ നമുക്ക് ID കാർഡും ഈ എഴുത്തുകാരൊക്കെ ഇടുന്ന പോലത്തെ ഒരു തുണിയുടെ സഞ്ചിയൊക്കെ തന്നായിരുന്നു. അവത്തിൽ നോട്ട് പാഡും പേനയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ആ ഡെസ്റ്റിനേഷനിലോട്ട് എത്തിയപ്പോൾ തന്നെ ഓൾറെഡി ഒരു 9 മണി ആവാറായിരുന്നു. മീറ്റിംഗ് ഓൾറെഡി തുടങ്ങിയെന്നാണ് തോന്നുന്നത്. നമുക്ക് VIP പാസ് ഉള്ളതുകൊണ്ട് നമുക്ക് അല്പം നേരത്തെ കയറാൻ പറ്റി. ബാക്കിയുള്ള എല്ലാവരും ലിഫ്റ്റിലും സ്റ്റെപ്പൊക്കെ കയറി ക്യൂ നിന്ന് വായി നോക്കി വരുന്നുള്ളായിരുന്നു. നമുക്കല്പം നേരത്തെ കയറാൻ പറ്റി. ഞാൻ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. സോ പിള്ളേരെല്ലാം കൊണ്ട് നമ്മൾ കോൺഫറൻസ് ഹാളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ കോൺഫറൻസ് തുടങ്ങി. ആദ്യം എന്ന് പറയാൻ നേരത്തൊരു സൂം മീറ്റിംഗ് ആയിരുന്നു. പുറത്തേതോ രാജ്യത്തുള്ള ഒരു വമ്പൻ ഡോക്ടറിൻ്റെ ഒരു ക്ലാസ് ആയിരുന്നു. അതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല, എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ക്ലാസ് ടൈമിൽ മെയിൻ പണിയെന്ന് പറയുമ്പോൾ കുറേ എണ്ണം സ്നാപ്പ്, കുറേ എണ്ണം പടം വരക്കൽ. അറ്റ്ലീസ്റ്റ് ഒരാളുടെയെങ്കിലും കലാപരമായിട്ടുള്ള കഴിവെങ്കിലും ഇമ്പ്രൂവ് ആവുന്നുണ്ടെന്ന് നമുക്ക് ഓർക്കാം. കുറേ എണ്ണം ഗെയിം കളി. എന്തിനാണോ ഇവന്മാരൊക്കെ വന്നത് തന്നെ? ഇവന്മാരൊക്കെ എന്നെ കണ്ട് പഠിക്കണം. അങ്ങനെ 2-3 സെക്ഷൻ ഗെയിം കളി കഴിഞ്ഞപ്പോഴത്തേക്കും ചായ കുടിക്കുന്ന ടൈമായി. ഏകദേശം ഒരു 10-11 മണിയാകുന്ന നേരത്ത് ടീ ബ്രേക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ടീ ബ്രേക്കിനുള്ളതെന്ന് പറഞ്ഞാൽ നേരത്ത് നല്ല ക്വാളിറ്റിയുള്ള റോളുകളുണ്ടായിരുന്നു. വെജിറ്റബിൾ റോളാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ മുക്കി കഴിക്കാൻ വേണ്ടി നല്ല ക്വാളിറ്റിയുള്ള എന്തോ ഒരു ടൈപ്പ് സോസും ഉണ്ടായിരുന്നു. സംഭവം കുഴപ്പമില്ല, പക്ഷെ തികഞ്ഞില്ല. ഞങ്ങൾ മൊത്തം 30-34 പേര് വന്നിട്ടുണ്ടായിരുന്നു. ഒരാൾ 4-5 വീതം എടുത്തിട്ടിരുന്നിരുന്നത്. ബാക്കി തിന്നാൻ വന്ന സ്കോളേഴ്സിന് പോലും തികഞ്ഞില്ല. ഇതുങ്ങളെല്ലാം തിന്നാൻ തന്നെ വന്നിരിക്കുകയെന്ന് എനിക്ക് തോന്നുന്നത്. കുറേ എണ്ണം അവന്മാരുടെ സൈഡിലുള്ള റോളും തീർത്ത് ഞങ്ങളുടെ സൈഡിലുള്ള റോളും തീർത്ത് കണ്ടിട്ട് ബാക്കിയുള്ള സൈഡിലുള്ള റോള് തീർക്കാൻ പോയിരിക്കുകയായിരുന്നു. റോള് ഫുള്ള് തീർത്ത് കഴിഞ്ഞ് പിന്നെ ചായയിലോട്ടായി പരിപാടി. ഇവന്മാരൊക്കെ തിന്നാൻ വന്നാണ് കോൺഫറൻസിന് വന്നാണെന്ന് എനിക്കറിയില്ല. ചിലവന്മാരാണെങ്കിൽ ഓവർ മര്യാദ. കുടിച്ച കോഫിയുടെ ഗ്ലാസ് ഇവിടെ ടേബിളിൽ വെച്ചാൽ മതി, അവരൊന്ന് എടുത്തേക്കും. അത് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി അവന്മാരുടെ കിച്ചണിൽ പോയി കൊണ്ടുപോയി കൊടുക്കുന്നത്. എന്ത് ചെയ്യാനാ ഗൈസ്. പിന്നെ പറയാനാണെങ്കിൽ ഇവിടെ കുറേ വില കൂടി പെയിൻറ്റിങ് ഉണ്ടായിരുന്നു. എന്ത് കാണിച്ചിട്ടാണെന്ന് അറിയത്തില്ല. നീല കളറുള്ള ക്ലോസപ്പിൻ്റെ പേസ്റ്റ് എടുത്തിട്ട് പല്ല് വെച്ചിട്ട് തുപ്പിയിട്ടാൽ എങ്ങനെ ഇരിക്കും അതേപോലത്തെ പെയിൻറ്റിങ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇത് ബ്ലാക്ക് കളർ ക്ലോസപ്പേ. അത് വരച്ചവൻ്റെ പേര് കഞ്ചനെന്ന്. അത് കഴിഞ്ഞ് എന്തായിരുന്നു ടീ ബ്രേക്ക് കഴിഞ്ഞ് നമ്മുടെ പരിപാടിയിലോട്ട് വീണ്ടും വന്നിട്ടുണ്ട്. വീണ്ടും 2-3 സെമിനാർ സെക്ഷൻസ് ആയിരുന്നു. അപ്പോഴത്തേക്കും നമുക്കിവിടെ നോട്ട് എഴുതാൻ ഇവന്മാർ നോട്ട് പാഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കുടിക്കാൻ വെള്ളമുണ്ട്, ചവക്കാൻ സെൻറ്റർ ഫ്രഷും ഉണ്ട്. സെൻറ്റർ ഫ്രഷൊക്കെ വരുമ്പോൾ തന്നെ എല്ലാം കൂടി എടുത്ത് പോക്കറ്റിലോട്ടിട്ട് തീർക്കും, പിന്നെ ഒന്നും കിട്ടത്തില്ല. പിന്നെ ക്ലാസ് തുടങ്ങി കഴിയുമ്പോഴത്തേക്കും കുറേ എണ്ണം ഉറങ്ങുന്ന കാണാം. ആദ്യം ഒരാൾ ഉറങ്ങും, കുറച്ച് കഴിയുമ്പോൾ തൊട്ടപ്പുറത്തിരിക്കുന്ന ആൾ ഉറങ്ങും. അങ്ങനെ 2 ഉറക്കവും 3-4 ഗെയിം കളിയും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ലഞ്ച് ടൈം ആയിട്ടുണ്ട്. അടുത്തെന്ന് പറയാൻ നേരത്ത് ഫുഡ് അടിയാണ്. അപ്പോൾ ഫുഡ് അടി എന്ന് പറയാൻ നേരത്ത് നമ്മുടെ സെൽഫ് സർവീസ് തന്നെയാണ് കേട്ടോ. സംഭവങ്ങളെല്ലാം അവിടെ വെച്ച് കാണും, പോയി സർവ് ചെയ്ത് വെച്ചാൽ മതി. സ്റ്റാർട്ടറായിട്ട് സൂപ്പുണ്ട്. സൂപ്പ് ഇത്തവണ എന്തോ വെജിറ്റബിൾ സൂപ്പാണ്. കഴിഞ്ഞ തവണ എന്തായിരുന്നു ചിക്കൻ സൂപ്പായിരുന്നു. ഇപ്പോൾ സൂപ്പിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി കുറച്ച് സോസ് വെച്ചിട്ടുണ്ട്. സോയാ സോസാണെന്ന് തോന്നുന്നു. സോസ് വിത്ത് സ്പൈസ് വാട്ടർ. അതുകൂടാണ്ട് അവത്തിൽ നമുക്ക് വേണമെങ്കിൽ പെപ്പർ ഓർ സോൾട്ട് അഡീഷണൽ ആഡ് ആക്കാം. കുടിച്ച് കഴിയാൻ നേരത്ത് ഇവിടെ ഇപ്പോൾ ബൊഫേ ആയിരുന്നു. നമുക്ക് വേണ്ട സാധനങ്ങൾ നമുക്ക് തന്നെ പോയി എടുക്കാം. നോൺ വെജ് ഐറ്റംസ് ആയിട്ട് ഇങ്ങനത്തെ ചിക്കൻ സലാഡ്, ഈ ഫിഷ് ഫ്രൈ വറുത്തിട്ട് അത് കറി വെച്ചത്, ആ ഒരു ഐറ്റംസ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ബാക്കി പല വെറൈറ്റി സാലഡ് ഉണ്ടായിരുന്നു. ഇവിടെ മെയിൻ കോഴ്സായിട്ട് ചോറുണ്ടായിരുന്നു, ബിരിയാണി റൈസ് ഉണ്ടായിരുന്നു, ചപ്പാത്തി ഓർ പൊറോട്ട ഉണ്ടായിരുന്നു. പിന്നെ അതെല്ലാം കഴിച്ച് കഴിയാൻ നേരത്ത് ചോക്ലേറ്റ് പുഡിംഗ് ഉണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ തന്നെ ഇങ്ങനെ നട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൂടാണ്ട് ഐസ്ക്രീമും ഉണ്ടായിരുന്നു. ഇതും കൂടെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലഞ്ച് കഴിഞ്ഞ്. ഇത് കഴിഞ്ഞാൽ പിന്നെ ഈവനിങ്ങിനുള്ള സ്നാക്ക് നോക്കി വെച്ചാൽ മതി. ഇങ്ങനെയുള്ള വലിയ വലിയ കോൺഫറൻസിൽ വരാൻ നേരത്ത് അവിടെ സ്റ്റുഡൻസിന് കിട്ടുന്ന, അതായത് നമ്മളെപ്പോലുള്ളവർക്ക് കിട്ടുന്ന ആകെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫുഡായിരിക്കും. പിന്നെ ഈവനിങ് ആയപ്പോഴത്തേക്കും ടൊമാറ്റോ സോസും സമൂസയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.